നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഒരുപാട് പേരൻസ് വിളിക്കുന്നുണ്ട് ഭയങ്കര പാനിക്കായിട്ട്. സത്യത്തിൽ എന്താ അറിയോ, നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നൊരു സന്ദർഭം കൂടിയാണത്. നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഭയങ്കര പാനിക്കായിട്ട് ഭയങ്കര ഭയപ്പെട്ട് ഭയങ്കര പ്രയാസപ്പെട്ട് എന്തെങ്കിലും ചെയ്യാണ്ട് ഒന്നുമില്ല. ഒരൊറ്റ ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഖുൽ ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതല്ലാത്ത ഒന്നും നമ്മെ ബാധിക്കുകയില്ല എന്നൊരൊറ്റ ആയത്ത്. ആ ഒരൊറ്റ ആയത്ത് മതി ഒരു മനുഷ്യന് ഇത്മിഇനാൻ, കാരണം ഈമാൻ കൊണ്ട് ലഭിക്കുന്ന സമാധാനം ഇത്മിഇനാൻ ഉണ്ടാകാൻ. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നമുക്കൊക്കെ ഏറെ തണലായി നിന്ന ഈ രാജ്യത്തെ നിർഭയത്വവും അമ്നും അമാനും ഒക്കെ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് കാവലിനെ തേടുക. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും ഉണ്ടാകാതിരിക്കാനും നിരപരാധികളായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനും ബലിയാടാകാതിരിക്കാനും ഒക്കെ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അത് നമ്മളുടെ ഈമാനിനെ സൂചിപ്പിക്കുന്ന, നമ്മളുടെ ഒരു സമീപനത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുൽ തവക്കുൽ ചെയ്യുക. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതല്ലാത്തൊന്നും നമുക്ക് സംഭവിക്കുകയില്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സന്ദർഭത്തിൽ, ഏത് സാഹചര്യത്തിലൂടെയും, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവൻ്റെ മനസ്സിലുണ്ടാകേണ്ടത് അതാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മനസ്സിൽ അവിടെ അടിത്തറയായി ഉണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു കാര്യവും ഒരു വിഷയവും അവനെ ബാധിക്കുകയില്ല.